കെ മുരളീധരൻ വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കെ മുരളീധരൻ തിരുവനന്തപുരത്തെ കവടിയാറിലെ ജവഹർ നഗറിലെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി എത്തുകയാണ്. എനിക്ക് തോന്നുന്നു മുരളീധരന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ കൗണ്ടറുകൾ, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാറ്, രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള രസകരമായ പ്രതികരണങ്ങൾ, കുറിക്കുള്ള പ്രതികരണം ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്തായിരിക്കാം മുഖ്യമന്ത്രിക്ക് എന്ത് പറയുന്നു എന്ന് കേട്ടതിന് ശേഷം വന്ന് പറയാമെന്നായിരിക്കാം. അതെ, വോട്ട് ചെയ്തതിന് ശേഷമുള്ള കെ മുരളീധരന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ ഇത്തവണ തീപാറുന്ന ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. കെ മുരളീധരന്റെ തന്നെ സെലക്ട് ചെയ്ത മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഞാൻ മത്സരിക്കുന്നത് വട്ടിയൂർക്കാവിൽ മതി എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചതാണ്. അദ്ദേഹം താമസിക്കുന്ന മണ്ഡലമാണ്. ഈ ജവഹർ നഗർ ഉൾപ്പെടെയുള്ള മേഖലയും വട്ടിയൂർക്കാവിന്റെ ഭാഗമാണ്. അവിടെ തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കവടിയാറിൽ ഈ കെ മുരളീധരന്റെ താമസ സ്ഥലം ഉൾപ്പെടുന്ന ഭാഗത്തായിരുന്നു കെ ശബരിനാഥൻ മത്സരിച്ചത്. വലിയ ഭൂരിപക്ഷത്തിലല്ല വിജയിച്ചെങ്കിലും ആ വിജയം വളരെ പ്രധാനമായിരുന്നു UDF-ന്. വട്ടിയൂർക്കാവിൽ 10-11 എന്താണ് ഇപ്പോഴത്തെ അംഗബലം എന്നതാണ്. 10 UDF വിജയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. 11 BJPക്ക് ജയമുണ്ട്. പക്ഷെ അല്പം പിന്നിലേക്ക് LDF പോയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന ത്രികോണ പോരാട്ടമാണ്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായുണ്ട്. ഹരി, കെ മുരളീധരൻ എന്തായാലും വോട്ട് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കും. സ്വാഭാവികമായി രാഷ്ട്രീയമായ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും. വലിയ തിരക്കുണ്ടോ? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ജവഹർ നഗർ LP സ്കൂൾ എന്ന് പറയുന്ന ഒരു ചിത്രമാണെന്ന് പറയാം. കാരണം വോട്ട് രേഖപ്പെടുത്തി പോയി. ഇപ്പോൾ കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. സൂസൈപ്പാക്യം അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി പോയി. ഇനി ഗവർണർ വരാനിരിക്കുന്നു. അപ്പോൾ വലിയ തിരക്കുള്ള ഒരു വോട്ടിംഗ് കേന്ദ്രമാണ് ജവഹർ നഗർ LP സ്കൂൾ എന്ന് പറയുന്നത്. അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ ഇവിടെ എത്തിയത്. നേരത്തെ അഭിലാഷും രതീഷും പറഞ്ഞതുപോലെ അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ എന്താകും പറയുക എന്നുള്ളതാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്, കാത്തിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ വന്ന് വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏറെ കൗതുകമുള്ളതായിരുന്നു. രാഷ്ട്രീയപരമായും വലിയ കൗണ്ടറുകൾ അടിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരക്കുണ്ട്. ഈ കവടിയാർ LP സ്കൂളിൽ 5 ബൂത്തുകളുണ്ട്. അതിലെ 111 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതാ മന്ത്രി അബ്ദുറഹ്മാന്റെ ഒരു പ്രതികരണം. പ്രവാസി വോട്ടുകൾ കുറയുന്നത് പോളിംഗ് ശതമാനത്തെ തിരൂരിൽ വല്ലാതെ ബാധിക്കും. 10% വോട്ടെങ്കിലും കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഗൗരവതരമായ ഒന്നാണ്. അത് ഫലത്തെ ബാധിക്കുന്ന ഒന്നുമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പല പ്രവാസികൾക്കും ഇവിടേക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിമാന ചാർജൊക്കെ വളരെ കൂടുതലാണ്, യാത്രാ സൗകര്യങ്ങൾ പരിമിതമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടുള്ള മണ്ഡലം കുറ്റ്യാടിയാണ്. മലബാർ മേഖലയിലെ പല മണ്ഡലങ്ങളിലും പ്രവാസി വോട്ടുകളുടെ കുറവ് ഇത്തവണ മന്ത്രി പറഞ്ഞതുപോലെ പോളിംഗ് ശതമാനത്തെ വച്ചേക്കാം. പക്ഷെ 10% കുറയുന്നത് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ തിരൂരിൽ 10% വരെ പോളിംഗ് കുറയും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉള്ളത്. മലബാർ മേഖലയിൽ അത് ഏത് തരത്തിൽ ഫലത്തെ സ്വാധീനിക്കുമെന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇടുക്കി, വയനാട് 2 ജില്ലകളാണ് പ്രവാസി വോട്ട് നന്നേ കുറവുള്ളത്. മറ്റു ജില്ലകളിലെല്ലാം പ്രവാസി വോട്ടുണ്ട്. അതിൽ കൂടുതൽ ഇപ്പോൾ ഈ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം മേഖലയിലെ മണ്ഡലങ്ങളിൽ പ്രവാസി വോട്ട് വലിയ തോതിൽ ഉണ്ട്. അതെങ്ങനെ ബാധിക്കും എന്നതൊക്കെ വളരെ പ്രധാനമായി മാറും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കിറ്റ് വിവാദം തൃശ്ശൂരിൽ വളരെ സജീവമായിരുന്നു. മണലൂരിൽ കിറ്റ് വിവാദം ഉണ്ടായിരുന്നു. BJP പ്രതിരോധത്തിലാക്കിയിരുന്നു. തൃശ്ശൂരിൽ കിറ്റ് വിവാദം ഉണ്ടായിരുന്നു. അവിടെ KK നിഷ്കുമാറിന്റെ പ്രതികരണം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശിവൻകുട്ടി ഇപ്പോൾ വോട്ട് ചെയ്യാനായി നേമത്തെ സ്ഥാനാർത്ഥി ശിവൻകുട്ടി വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. ശിവൻകുട്ടി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. കെ മുരളീധരൻ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. തലസ്ഥാനത്തെ 2 ഗ്ലാമർ മണ്ഡലങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും. ഈ രണ്ടിടത്തും ഇത്തവണ ത്രികോണ മത്സരം. 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന അല്ലെങ്കിൽ മത്സരിച്ച് വോട്ട് പിടിക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വോട്ട് ചെയ്യുന്നത് ഇഞ്ചക്കൽ UP സ്കൂളിലാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. എല്ലായിടത്തും വലിയ തിരക്കാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറെ നേരമായി, 1 മണിക്കൂറിന് അടുത്തായെന്ന് തോന്നുന്നു, ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ഇതുവരെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലായിടത്തും വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ ഭൂമികയിൽ